നമസ്കാരം. ഞാൻ കുരിപ്പുഴ സുരേന്ദ്രൻ. സൗന്ദര്യലഹരിയുടെ 9ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 9ാമത്തെ ശ്ലോകം എന്ന് പറയപ്പെടുമ്പോൾ കുണ്ടലിനി ശക്തിയുടെ ഒരു ആവിർഭാവത്തിൻ്റെ ഭാഗം കൂടാണ് ഈ 9ാമത്തെ ശ്ലോകം. ഇത് യോഗ ചെയ്യുമ്പോൾ ഒപ്പം നമുക്കിത് ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ്. മഹിമൂലാധാരേ കമഭിമണിപൂരേ ഹുദവകം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോഭിഭൂമധ്യേ സകമപി ചുവാകുളപദം സഹസ്രാരപത്നി സഹരഹസി പത്യാ വിഗ്രഹസ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത് സർവാധാരഭൂതയായ മൂലാധാര ചക്രത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂര ചക്രത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെയും ഭൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ സൂക്ഷ്മനാ മാർഗത്തെ മുഴുവനും ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ കുടികൊള്ളുന്നു. ഈ ശക്തി കുണ്ടലീന ശക്തി ഷടാധാരങ്ങളെയും 25 തത്വങ്ങളെയും കടന്ന് സഹസ്രദള കമലത്തിൽ ചെന്ന് പതിയായി പരമശിവനോട് കൂടി പീഡിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ ഈ കുണ്ടലിന ശക്തി എന്ന് പറയപ്പെടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ തത്വം എന്ന് പറയപ്പെടുന്നത് ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തിക്കൊണ്ടുവരിക എന്നതുള്ളതാണ്. അതായത് ബുധലിംഗമധ്യത്തിൽ വാ മുതൽ സാ വരെ 4 അക്ഷരങ്ങൾ ചേർന്ന 4 ദളങ്ങളോടി മൂലാധാരവും ലിംഗസ്ഥാനത്തിൽ വാ മുതൽ ലാ വരെ 6 അക്ഷരങ്ങൾ ചേർന്ന 6 ദളങ്ങളോടുകൂടിയ സ്വാധിഷ്ഠാന നാഭിയിൽ ഠാ മുതൽ ഭാ വരെ 10 അക്ഷരങ്ങൾ ചേർന്ന് 10 ദളങ്ങളോടുകൂടിയ മണിപൂരവും ഹൃദയത്തിൽ കാ മുതൽ ഠാ വരെ 12 അക്ഷരങ്ങൾ ചേർന്ന 12 ദളങ്ങളോടുകൂടി അനാഗതവും കണ്ഠത്തിൽ ആ മുതൽ അം വരെ 16 സ്വരങ്ങൾ ചേർന്ന 16 ദളങ്ങളോടുകൂടിയ വിശുദ്ധിയും ഭൂമധ്യത്തിൽ ഭാക്ഷ എന്ന 2 അക്ഷരങ്ങളോട് ചേർന്ന് ദളങ്ങളോടുകൂടി ആജ്ഞയും സ്തുതി ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ സാരം. ഇതാണ് ഇതിൻ്റെ ശ്രീചക്രം എന്ന് പറയപ്പെടുന്നത്. ഈ ശ്രീചക്രത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ശരീരയന്ത്രം 72 ഉപനാഡികളെ കൊണ്ട് സൂക്ഷ്മനിയുടെ മൂലാധാരത്തിൽ ഘടിപ്പിക്കുന്ന നവദ്വാരങ്ങളാൽ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇവ ശമിപ്പിക്കുന്നതിന് കാരണഭൂതങ്ങളായ 9 നാഡികളെ കൊണ്ടും ഷടാധാരങ്ങളെ കൊണ്ടും മസ്തിഷ്കത്തെ കൊണ്ടുമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സാരം.